9 വയസ്സുകാരിയെ വാഹനം കൊണ്ടിടിച്ച കോമയിലാക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. അപകടം നടക്കുന്ന സമയത്ത് പ്രതി പുറമേരി സ്വദേശി ഷെജീലിനൊപ്പം കുടുംബവുമുണ്ട് എന്ന് കണ്ടെത്തി. ഷെജീലിന്റെ ഭാര്യയും 2 കുട്ടികളും കാറിലുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഭാര്യയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. 9 വയസ്സുകാരി കോമയിലാകുകയും വയോധിക മരിക്കാനുമിടയായ അപകടത്തിനിടയാക്കിയ കാർ 9 മാസത്തിന് ശേഷം ഇന്നലെയാണ് പോലീസ് കണ്ടെത്തിയത്. പുറമേരി മീത്തലെ പുനത്തിൽ ഷെജീൽ ഓടിച്ച KL 18R1846 വെള്ള സ്വിഫ്റ്റ് കാറാണ് അപകടം വരുത്തിയത്. കാർ കസ്റ്റഡിയിലെടുത്തു. UAE-യിലേക്ക് കടന്ന ഷജീലിനെ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിച്ചതായി വടകര റൂറൽ SP നിതിൻ രാജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ മേലേച്ചൊവ്വ വടക്കൻ കോവിൽ സുധീറിന്റെയും സ്മിതയുടെയും മകൾ ദൃശാനിയും അമ്മുമ്മ തലശ്ശേരി പന്ന്യന്നൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം പുത്തലത്ത് ബേബിയെയുമാണ് ഇടിച്ചിട്ടത്. വടകരയ്ക്ക് സമീപം ചോറോട് അമൃതാനന്ദമയി മഠം സ്റ്റോപ്പിൽ രാത്രി 9 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. ബന്ധുവീട്ടിലേക്ക് പോകാനായി ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കടക്കവെയാണ് ഇടിച്ചു തെറിപ്പിച്ചത്. ബേബി തൽക്ഷണം മരിച്ചു. കുട്ടി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോമയിലാണ്. ക്രൈംബ്രാഞ്ച് DYSP ബെന്നിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്. കുടുക്കിയത് ഇൻഷുറൻസ് ക്ലെയിം. വെള്ള മാരുതി സ്വിഫ്റ്റ് കാറാണെന്നും വടകരയിലെ രജിസ്ട്രേഷനായ KL 18 ആണെന്നും ദൃക്സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ നൽകിയ സൂചന മാത്രമായിരുന്നു പിടിവള്ളി. അപകടം നടന്ന ശേഷം കാർ ഭാര്യ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു. കാർ നന്നാക്കാൻ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിരുന്നു. അതിലാണ് പ്രതിയും വാഹനവും കുടുങ്ങിയത്. ഫെബ്രുവരി 17-നായിരുന്നു അപകടം. മാർച്ചിൽ മതിലിടിച്ചു കേടുപാടുണ്ടായി എന്ന നിലയിലാണ് ക്ലെയിം കൊടുത്തിരിക്കുന്നത്. ഫെബ്രുവരി 17-ന് ശേഷമുള്ള ഇൻഷുറൻസ് ക്ലെയിമുകൾ പരിശോധിക്കുകയും ഈ വാഹനം അപകട സമയത്തോടടുപ്പിച്ച് വടകര തലശ്ശേരി റോഡിലൂടെ സഞ്ചരിച്ചെന്ന് CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തുകയും ചെയ്തതോടെയാണ് പിടിവീണത്. 2024 ഫെബ്രുവരി 17-ന് വടകര ചേറോട് രാത്രി 10 മണിയോടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് കണ്ണൂർ മേലേച്ചൊവ്വ സ്വദേശി ദൃശാനെയും മുത്തശ്ശി 68 വയസ്സുകാരി ബേബിയും തലശ്ശേരി ഭാഗത്തേക്ക് അമിത വേഗതയിൽ പോവുകയായിരുന്ന കാർ ഇടിച്ചു തെറിപ്പിച്ചത്. മുത്തശ്ശി ബേബി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മുണ്ടയാട് LP സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദൃശാനയ്ക്ക് ഗുരുതര പരിക്കേറ്റു. കഴിഞ്ഞ 10 മാസമായി ഇന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അബോധാവസ്ഥയിലാണ് ആ കുഞ്ഞ്. തങ്ങളെ ഇരട്ട ദുഃഖത്തിലാക്കിയ കാറെങ്കിലും കണ്ടുപിടിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. ദൃശാനയെ ഇടിച്ചിട്ട് കടന്നുകളഞ്ഞത് KL 18R1846 സ്വിഫ്റ്റ് കാറാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അപകടം നടന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇടിച്ചിട്ട കാർ കണ്ടെത്താൻ കഴിയാത്തതിൽ വലിയ വിമർശനമായിരുന്നു ഉയർന്നത്. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് DYSP ബെന്നിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത്. സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി 19,000 വാഹനങ്ങളാണ് പോലീസ് പരിശോധിച്ചത്. 50,000 ഫോൺ കോളുകളും പരിശോധിച്ചു. 500-ലധികം വർക്ക്ഷോപ്പുകളിലും അന്വേഷണ സംഘം കയറിയിറങ്ങി. 40 കിലോമീറ്റർ പരിധിയിലുള്ള CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പ്രതി ഷജീലിനെ കുടുക്കിയത്. UAE-യിലുള്ള പ്രതി ഷജീലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു. ദൃശാനെ ഇടിച്ചിട്ട ശേഷം ഊടുവഴിയിലൂടെയാണ് കാറുമായി ഷജീൽ രക്ഷപ്പെട്ടത്. അപകടത്തിനു ശേഷം പ്രതി വാഹനത്തിന് രൂപമാറ്റവും വരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.